നമസ്കാരം, നമസ്തേ ആൻഡ് അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ രാജേഷ് സാഹിബാണ്. വീണ്ടും നമ്മുടെ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് മുഹമ്മദ് താഹ. അദ്ദേഹം ഇവിടെ മാസ് എക്സലൻസ് LLC പുതിയതായി ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു വളരെ അടുത്ത കാലത്തായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ദമാമിൽ. പിന്നെ അതുപോലെ തന്നെ പല ബിസിനസ്സുകളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. പരിചയമൊക്കെ പരിചയമുണ്ടല്ലോ, വളരെ ആളുകൾക്ക് നേരിട്ടുണ്ട്, ടിവിയിലുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് ഞാനൊരു കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. നമ്മളെ അന്ന് പരിചയപ്പെടുകയും ചെയ്ത് വീണ്ടും നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ദമാമിൽ ഇങ്ങനെ വീണ്ടും കാണുന്നു. പ്രതീക്ഷിക്കാണ്ട് 7 വർഷത്തിന് മുമ്പല്ലേ നമ്മൾ കണ്ടത്. മിനിമം 7 വർഷത്തിലും വിജയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ താഹക്കയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ബിഹൈൻഡ് എവറി മാൻ ദെയർ ഈസ് എ സ്റ്റോറി. അദ്ദേഹത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇപ്പം പുതിയതായിട്ട് മാസ് എക്സലൻസ് LLC തുടങ്ങിയിട്ട് ഒരു 2 വർഷമായി. നമ്മൾ പ്രസ്താവന തുടങ്ങിയിട്ട് ഒരു 35 വർഷമായി. 35 വർഷത്തെ ഒരു പാരമ്പര്യമായിട്ട് ഇങ്ങനെ പല ജീവിത അവസ്ഥകളിലൂടെ കടന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ താഹക്ക. അപ്പം നമ്മുടെ ആദ്യത്തെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഈ സൗദിയിലേക്ക് ആദ്യം ചേക്കേറി ചെയ്തപ്പോഴായി മാർച്ച് 27, 1983 റിയാദിൽ വന്നിറങ്ങി. 40 വർഷത്തോളമായി സൗദിയിൽ തന്നെ. 40 വെച്ചപ്പോൾ ഇപ്പം 23 അപ്പോൾ നമ്മൾ ചെറിയൊരു 18 വയസ്സ് പ്രായമുള്ളപ്പോൾ എത്തിയതാണ് ഇവിടെ. കയറ്റി വിട്ടതാണ് മദ്രസ എന്നുള്ള ഇതൊക്കെ പറഞ്ഞിട്ട് എടുത്ത് പോകുന്നത്. പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടും കാരണം കൊണ്ട് സ്കൂളിൽ നിന്ന് പോകുന്ന പോരലാണ്. 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. സ്കൂളിൽ നിന്ന് പോകുന്ന പോരലും അവിടെ നിന്ന് പോന്ന് പിന്നെ ബോംബെയിൽ കിടന്ന് പലരുടെ കൂടെ വാർവാളപ്പാണിയും അത് ഇതൊക്കെ ചെയ്ത് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലത്തെ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അവരെ വീട്ടു ജോലി ചെയ്ത് നിന്നിരുന്നതാണ്. സ്നേഹത്തോടു കൂടി നിന്ന് അവിടെ കൊണ്ട് ഒരു പാസ്പോർട്ടൊക്കെ എടുത്ത് ഇങ്ങോട്ട് കയറി വന്നതാണ്. മാത്രമല്ല ശരിക്കും ഈ ഒരു വലിയൊരു എക്സ്പീരിയൻസ് നമ്മളെ ജീവിതത്തിൽ അവിടെ നിന്ന് ഓരോരോ അവസ്ഥയിലേക്ക് നമ്മൾ ഈ ഒരു അതായത് അന്നൊരു വാഹനം പോലും ഇല്ലാതെ ഇവിടെ വന്നിട്ട് ആദ്യം ഞാൻ ഒരു 8 വർഷം ഒരു കമ്പനിയിൽ ജോലിക്കുന്നത്. റിയാദിൽ ഒരു ഡ്രൈവറായിട്ടൊരു കമ്പനിയിൽ 800 റിയാൽ ശമ്പളത്തിന് ജോലിക്കുന്നത്. ഡ്രൈവിങ്ങും വിത്ത് ലേബർ പണി എല്ലാ പണിയും ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ജീവിതം എനിക്ക് അവിടുന്ന് തുടങ്ങിയത് പറയാൻ കാരണം ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ കമ്പനിയിൽ ഒരു ഇന്ത്യക്കാരനായിട്ടും ഒരു മലയാളിയായിട്ടും ഞാനൊരാളുള്ളൂ. പക്ഷെ എൻ്റെ കൂടെ ഉള്ളത് ഫിലിപ്പീൻസ്, ഈജിപ്ഷ്യൻസ്, പിന്നെ പാകിസ്ഥാനികൾ. കാരണം മലയാളം മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് ഇത്ര വിദ്യാഭ്യാസമില്ല. അവിടെ നിന്ന് വന്നിട്ട് ഇവരെ കൂടെ നിന്നിട്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠിച്ചെടുത്ത ഭാഷകളാണത്. അറബും പറയും, ഏകദേശം ഇംഗ്ലീഷൊക്കെ. ഇപ്പം അറബ്, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെയുള്ള എല്ലാ ഭാഷകളും നമ്മൾ ഇതായിട്ട് പറയും. അറബാണ് കൂടുതൽ പറയുക. കാരണം അന്നത്തെ സാഹചര്യം അതെന്ന് ആരും തന്നെ പറഞ്ഞു തരാനൊന്നിനുമില്ല. സംസാരിച്ച് വന്നിട്ടുണ്ടായതിന്. അതായത് ഇപ്പം എൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഒരാൾ മാത്രം മലയാളിയായിട്ടുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ എൻ്റെ കൂടെ ഉള്ളവർ മറ്റുള്ളവരുടെ കൂടെ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങാൻ പോലും എനിക്കറിയില്ല. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അയാളുടെ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ കൊണ്ടുവന്നിട്ട് കോഴി മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതവിടെ പോയി പറയാൻ അറിയുന്നില്ല. എങ്ങനെയാണ് ഇവനോട് പറഞ്ഞ് ഈ സാധനം എനിക്ക് വാങ്ങാമെന്നിട്ട് അറിയാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരുന്നു ഞാൻ. അവസാനം നിവൃത്തി ഇത് വന്നപ്പോൾ അവൻ്റെ ആ ക്യാഷിലിരിക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. മലയാളത്തിൽ പറഞ്ഞപ്പോൾ അവനക്ക് അറിയില്ല. ലാസ്റ്റ് ഞാൻ ഇവനോട് കോഴി എന്ന് പറയാൻ അറിയാണ്ട് വന്നപ്പോൾ കോഴി കൂകണ പോലെ ഞാൻ കൊക്കരക്കൊന്ന് കൂകി കാണിച്ചു കൊടുത്താണ്. അല്ലാന്ന് അങ്ങനെ കാണിച്ചപ്പോഴാണ് ആ പാകിസ്ഥാനിന് അവൻ പറഞ്ഞ് ഇത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഫ്രീസർ കാണിച്ചു തന്നു, ഇതിലുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങുന്നത്. മലയാളം അല്ലാണ്ട് വേറൊരു ഭാഷ അറിയാണ്ട് പോകുന്നത് ഞാനാണ്. അന്നത്തിന് വേണ്ടി വന്ന് എല്ലാ പണികളും ചെയ്ത് ഭാഷകൾ പഠിച്ചു. 8 വർഷം നിന്ന് 8 വർഷത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല 2 പ്രാവശ്യം നാട്ടിൽ പോയി. 2 വർഷം നാട്ടിൽ പോകാൻ പറ്റുള്ളൂ. 23 ദിവസത്തെ ലീവ്. അതായത് ഞാനിവിടെ തിരിച്ചു വരുമ്പോൾ അത്ര തരുള്ളൂ. കാരണം വെച്ചാൽ അവൻ്റെ ഇവിടെ ഡ്രൈവർമാർ വേറെ ഇല്ല. അപ്പം ഞാനിവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ അറബി
ഞാൻ പറഞ്ഞ ഡേറ്റിന് എയർപോർട്ടിൽ നിൽക്കുക, അവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പം അങ്ങനെ 2 പ്രാവശ്യം തന്നെ കല്യാണം കഴിച്ചിട്ട് പോലും 15 ദിവസം ആണ് ഞാൻ ഭാര്യയായിട്ട് നിന്നിട്ടുള്ളൂ. 15 ദിവസം തയ്ച്ച് നിൽക്കണം. 23 ദിവസത്തെ ലീവിനെ പോയത്, നേരെ കൊണ്ട് പോകുന്നു. പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ഒരു 8 വർഷത്തെ ജീവിതം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലൈഫ് പറഞ്ഞ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വേറൊരു വിസയിൽ ഇവിടെ ദമാമിലേക്ക് എത്തിയത്. ഞാൻ അറിയാതെ സംഭവിച്ചു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാതെ സംഭവിച്ചെന്ന് വെച്ചാൽ കഥകളായി അതിൻ്റെ കഥ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കാര്യം വന്ന് അങ്ങനെ എൻ്റെ കൂട്ടുകാരന്മാർ 2-3 പേര് കൂടിയിട്ട് ഞാൻ ഇവിടെ ലേലാണെന്ന് പറയും, മാറാത്ത് അറബിൽ നമ്മൾ ഈ വണ്ടി ലേലം വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് ഞാൻ ദമാമിൽ വന്നിറങ്ങി. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം ദമാമിൽ വന്നിറങ്ങി. ഞാൻ റിയാദിലുള്ള ആൾ ദമാമിൽ വന്നിറങ്ങി. റിയാദിൽ നിന്ന് ഇവിടെ വന്നിറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഇവിടെ എനിക്ക് ആരായിട്ടൊരു പരിചയമില്ല. അല്ലല്ല, ഞാൻ വേറെ വിസയിൽ വന്നതാണ്. അത് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് 6 മാസം. കാരണം കല്യാണം കഴിച്ച് ഇത്രയും വർഷമായിട്ടും കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് 4 വർഷത്തോളം ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചിട്ടുണ്ടാവുന്നു. അപ്പോൾ പിന്നെ 5-6 മാസം നാട്ടിൽ നിന്നിട്ട് പിന്നെ തിരിച്ചു വന്നാണ് ഇവിടെ. ദമാമിൽ വന്ന് നമ്മളൊരു അറബിയുടെ ഇതിൽ വന്നിട്ട് അവനോട് പറഞ്ഞ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഒരു പരിചയമില്ല നമുക്ക്, ഇവിടെ ദമാമായിട്ടൊരു ബന്ധമില്ലാണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്ന ഒരു കൂട്ടുകാരുണ്ട്. അതിൻ്റെ അമ്മയുടെ ഒരു മകനുണ്ടായിരുന്നു. അവനാണ് വിളിച്ചു കൊണ്ടുപോയി റസ്തന്നൂർ എന്നാണ് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി ചെന്നിട്ട് റസ്തന്നൂരിൽ അവൻ്റെ റൂമിൽ ഞാൻ നിന്ന്. കാരണം ഒരു ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് 2 ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഷോപ്പിലേക്ക് സാധനങ്ങളും ഇതൊക്കെ വരുമ്പോൾ അവർക്ക് ചോറും കറിയൊക്കെ വെച്ച് കൊടുത്ത്, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണം കഴിക്കാതല്ലാന്നെങ്കിൽ അവരെ കൂടെ നിന്ന്. കാരണം അല്ലാണ്ട് നമുക്കൊരു മാർഗ്ഗമില്ല ഇവിടെ. ഞാനിവിടെ വേറെ പരിചയമില്ല, അറബിയായിട്ട് വലിയ വന്നു. ഇവിടെ വിസയിൽ വന്നു എന്നല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അവരെ കൂടെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് തന്നിട്ടാണ് ഞാൻ ലൈസൻസ് എടുത്ത് വണ്ടി ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ പഴയ നാട്ടിലേക്ക് പോയത്. റിയാദിലേക്ക് പോയതാണ് ഞാൻ. ഇവിടെ എന്ന് വെച്ചാൽ ഞാനപ്പം എൻ്റെ ആളുകളോട് പറഞ്ഞ്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തൊരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയും പിടിച്ച് കയറിക്കൊണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നോക്കും. അതിപ്പോൾ ഇവിടെ അന്ന് എൻ്റെ സമയത്ത് എൻ്റെ കുറച്ച് ആളുകൾ ദുബൈയിലുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു. ഞാൻ ഇപ്പോൾ ഓർമ്മ നിസാൻ 85 മോഡൽ പിക്കപ്പാണ്. 23 വണ്ടികളുണ്ട്. അത് അന്ന് ഞാൻ പറയില്ല, അത് ഈ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് അതിനൊരു ബോഡി കെട്ടാൻ പോലും എന്നെ എൻ്റെ പൈസ. വണ്ടി എടുത്തത് തന്നെ ഞാൻ പറയില്ല, വണ്ടി അപകടത്തിൽ മാറാത്തിന്ന് പിടിച്ചു നിർത്തി തന്നാണ് അവർ. അതായത് ഓരോരുത്തർ വണ്ടി ലേലം വിളിക്കുമ്പോൾ 10 റുപ്യ 5 റുപ്യ 10 റുപ്യ എന്ന് പറഞ്ഞപ്പോൾ ഒരു രസത്തിന് ഞാൻ 500 റുപ്യ ഞാൻ കൂട്ടി വെച്ച്. 10-500 എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ധാരണ എന്താണ്, ഇവർ വേറെ അടുത്തവർ വിളിച്ചു പോവും, ഒരു തമാശയ്ക്ക് വിളിച്ചാണ്. പക്ഷെ അതിൽ അവർ ലേലം ഉറപ്പിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ഓടാനുള്ള പരിപാടി നോക്കിയാണ്. അവർ പറഞ്ഞ് വിളിച്ചിട്ട് എൻ്റെ എക്കാമിയും ലൈസൻസും 5 വെച്ചിട്ട് പറഞ്ഞേ വണ്ടി 10-5 കച്ചവടം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അറിയാണ്ട് അബദ്ധം പറ്റിയതാണ്, എനിക്കറിയില്ല കാര്യങ്ങൾ പറഞ്ഞു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും വിരോധമല്ല, ഒന്നില്ലെങ്കിൽ 500 റിയാൽ ഫൈൻ കെട്ടാ, എന്നിട്ട് 4 ദിവസത്തെ സമയമുണ്ട്. 4 ദിവസത്തിനുള്ളിൽ വന്ന് വണ്ടി വേണമെങ്കിൽ 10-500 തന്ന് കൊണ്ടുപോക്കോ, ഇല്ലെങ്കിൽ 500 റിയാൽ ലേലം വിളിച്ചതിൻ്റെ പൈസ തന്നിട്ട് ഈ നിങ്ങളുടെ അക്കാമിയും ഇതും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കണ്ടപ്പോൾ പിന്നെ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ പിന്നെ എൻ്റെ കുറേ അന്നത്തെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. 500, 1000 അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പാർട്ട്ണർ ആളോട് എല്ലാവരുടെ ചെന്ന് 500, 1000 വാങ്ങിച്ചിട്ട് അങ്ങനെ അവിടുന്ന് ആ വണ്ടി ഞാൻ എടുത്തു. അബ്ദുൽ ലത്തീഫ്. ആ തൃശ്ശൂർക്കാരൻ തന്നെ. ഞങ്ങളൊരു 4 കിലോമീറ്റർ വ്യത്യാസമല്ല. അതിപ്പോൾ ഞങ്ങളിപ്പോൾ 15 ദിവസം മുന്നേ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഞങ്ങൾ വെറുതെ രസത്തിന് പറഞ്ഞ്, നമ്മൾ 2 പേരും ഒരുമിച്ച് ജീവിച്ച പോലെ നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യമാർ ജീവിച്ചിട്ടുണ്ടാവില്ല. അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഇത്ര 40 വർഷമായില്ല, ഞങ്ങൾ 35 വർഷമായി ഞങ്ങൾ ഒരുമിച്ച്. ഇന്ന് വരെ ഒരു വർത്തമാനത്തിനോ മറ്റുള്ള ഇതിനോ ആളും പണിയെടുക്കുന്നു, ഞാനും പണിയെടുക്കുന്നു. ആ പൊരുത്തം അങ്ങനെ നിൽക്കുന്നു. അത് തന്നെ ഞങ്ങളുടെ മക്കളായിട്ടും ആളുടെ മക്കളായിട്ടും ഒക്കെ എല്ലാ പ്രതിസന്ധിയിലും ഉണ്ട്, എല്ലാ രീതിയിലും ഉണ്ട്. ഇപ്പം അതന്നെ ഇപ്പം ആളുടെ മകനാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ആളുടെ പേര് അഫ്ര. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ മകനാണ് ഇരിക്കുന്നത്, ഷെബിൻ. ഞാൻ വണ്ടി ഓടിച്ചിരുന്നു. ഇപ്പം ഇവനെ വണ്ടി ഓടിച്ചു. എനിക്ക് 3 മക്കൾ. മൂത്ത ആളെ പേര് ഷെറിൻ താഹ, 2ാമത്തെ ആളെ പേരാണ് ഷെബിൻ. 3ാമത്തെ മകള് നസറിൻ താഹ. ഇല്ല, പഠിപ്പ് കഴിഞ്ഞിപ്പോൾ അവള് ബാംഗ്ലൂർ ജോലിക്ക് നിൽക്കുന്നു. ഇപ്പോൾ 14-ാം തീയതി ഇവിടെ വരുന്നുണ്ട് അവള്. ഇത് കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ ജോയിൻ ചെയ്യാണ്. MBA വിത്ത് CA പഠിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആളിപ്പോൾ അവിടുന്ന് രാജഗിരിയിൽ നിന്ന് കിട്ടിയ ഇതാണ്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളുടെ മക്കളെ വിദ്യാഭ്യാസം കൊണ്ട് സമ്പന്നമാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഇപ്പം ഇനിയിപ്പോൾ അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യത്തിൽ അത് ഈ പറഞ്ഞ പോലെ നമ്മള്
മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം ബാക്കി സമ്പാദ്യം കൊടുക്കുക. അതങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെ മൂത്ത ആൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. മറ്റേ മൂത്ത ആളും MBA എടുത്തിട്ടുള്ളതാണ്. ഇപ്പം മക്കളെല്ലാരെങ്കിലും കൂടെ സഹായത്തിനുണ്ടോ? എല്ലാവരും ഉണ്ട്. ഇപ്പം മകളും ബിസിനസ്സിൽ 3 പേരുണ്ട്. 3 പേരെന്ന് വെച്ചാൽ മകളിപ്പോൾ 15 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവളെയും കൂടെ ഇതിലേക്ക് ഷെയർ ചേർത്താൻ പോകുന്നു. താഹാക്കാരുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ഇതിന് അറിയാതെ വിളിച്ചു പോയ വണ്ടിയുടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ അദ്ദേഹം പിന്നെ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പിന്നെ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ എത്ര വണ്ടികളുടെ ഓണറാണ്. മാത്രമല്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് പ്രോഡക്റ്റുകൾ ഈ മാസ് എക്സലൻസിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് 6000 ടൈപ്പ് ബ്രാൻഡ് ടൈപ്പ് ഓഫ് ക്ലീനിങ് മെറ്റീരിയൽസ് അല്ലേ? അതെ, അതാണ് ക്ലീനിങ് മെറ്റീരിയൽ എല്ലാ ഇതുകളും ഉണ്ട് നമ്മുടെ കൂടെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയാണം അതൊരു വല്ലാത്ത ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇവിടെ തന്നെ കുറേ പ്രൊഡക്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ചൈനയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ തൈവാനിൽ നിന്ന് വരുന്നുണ്ട്, കൊറിയയിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് അതൊക്കെ ഇപ്പം വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. അതിന് മുന്നേ വരെ നമ്മൾ ഇവിടത്തുള്ള പ്രൊഡക്ഷൻ മാത്രമേ വിറ്റിരുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കറിയാലോ, ഞാൻ വണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ പിക്കപ്പ് വണ്ടി ഉണ്ട്. അതാണ് നമുക്ക് പറയാനുള്ള കഥ. അതാണ് കാരണം ആ ഒരു വണ്ടിയുമേലൊരു ബോഡി കെട്ടാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ട് ഉള്ളത് അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വണ്ടി എടുത്ത് ഞാൻ പറഞ്ഞു എങ്ങനെയും നമ്മൾ ബോഡി കെട്ടണമെന്നാണ്. ഈ ബോഡി കെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ആരെ കയ്യിലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഒരു 1200 റിയാൽ 1500 റിയാൽ എന്ന് പറഞ്ഞവർ ബോഡി കെട്ടുന്നതിന്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, സജീവൻ എന്ന പേര്. അവൻ വെൽഡറായിരുന്നു. അവൻ പറഞ്ഞു, താഹെ ഒരു കാര്യം ചെയ്യും, വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ലീവാണ്, നീ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സാധനങ്ങൾ വാങ്ങിയാൽ മതി, വെൽഡ് ചെയ്ത് ഞാൻ ബോഡി പിടിപ്പിച്ചുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ ആ ഒരു മനസ്സുകൊണ്ട് അവനത് അങ്ങനെ ചെയ്തു തന്നുകൊണ്ട് ആ വണ്ടിയായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇറങ്ങുമ്പോൾ എന്താ, ആ വണ്ടി ഫുള്ളാവണമെങ്കിൽ 5000 റിയാൽ 6000 റിയാൽ വേണം. ആ വണ്ടി സാധനം നിറയണില്ല. ആ സാധനത്തിൽ ഞാൻ 700 റിയാലിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് വാങ്ങാൻ തന്നെയുള്ള കാരണം ഞാൻ പറയല്ല. ഞാനിപ്പോൾ ഈ റഹീമിൽ നിൽക്കുന്ന സമയത്ത് റഹീമ എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. അവിടെയുള്ള ഞാൻ ആദ്യം വന്ന് നിന്നത്. അപ്പോൾ അവിടെ നിന്നപ്പോൾ അവിടെ കടയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റിയാദിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് ഈ ഷോപ്പിംഗ് ബാഗുകൾ വിൽക്കുന്നുണ്ട്. ഈ ഷോപ്പിംഗ് ബാഗുകൾ വിൽക്കണ കണ്ടപ്പോൾ ഞാൻ അവർ വെച്ചത് ഇവിടെ കടയിലേക്ക് ഒരു ഷോപ്പിംഗ് ബാഗ്, ടെക്സ്റ്റൈൽ ബാഗ് എടുത്ത്. അപ്പോൾ അതിന് 25 റിയാൽ വില പറഞ്ഞു. 25 റിയാൽ വില പറഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 25 റിയാലിന് 4 കാർട്ടൂൺ എടുത്ത് 100 റിയാൽ എടുത്തപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടിയായിട്ട് ഇപ്പോൾ ചെന്നിട്ട് ആദ്യം ബെത്താന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് കട തുടങ്ങണ ഈ ഷോപ്പിൽ പോയി അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് സാധനം എടുക്കണമെന്നാണ്. ആ സ്ഥാപനത്തിൻ്റെ പേരാണ് മാസ്. ആ പേരാണ് ഇപ്പോൾ ഞാൻ ഇട്ടത്. ഇപ്പം മാസമായിരിക്കുന്നു. അപ്പം അന്ന് ഞാനിവിടെ വന്നിട്ട് ചോദിച്ചപ്പോൾ ഇവിടെ 25 റിയാൽ പറഞ്ഞ സാധനം അവിടെ 18 റിയാലുള്ളൂ. അങ്ങനെയാണ് എനിക്ക് ഈ ബിസിനസ്സിനുള്ള മൈൻഡ് വന്നത്. അപ്പോൾ നമുക്ക് 7 റിയാൽ ലാഭം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല പരിപാടി ഉള്ളതെന്ന് വെച്ചിട്ടാണ് ഈ തുടക്കം കുറിക്കുന്നത്. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അവിടെ നിന്നാണ് ഷോപ്പിംഗ് ബാഗിൽ നിന്ന് തുടങ്ങിയത്. 12 ഐറ്റംസ് മാത്രം വെച്ച് തുടങ്ങിയതാണ് ഇതും. അതെ, മാസിൻ്റെ. അന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ സാധനം എടുത്തിട്ട് എനിക്ക് റിയാദിൽ നിന്നില്ല. കാരണം ഇവിടെയുള്ള ലാഭം കൂടുതൽ. അപ്പോൾ റിയാദും തമാമും തമ്മിലൊരു 450 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ആ വണ്ടിയായിട്ട് ആ സാധനമായിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ പോരുമ്പോൾ എൻ്റെ കയ്യിൽ 40 റിയാലുള്ളൂ ആകെ കൂടെ. ഈ 40 റിയാലുള്ളതിൽ 8 റിയാലിന് ഒരു കപ്സും കഴിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പകുതിയിൽ വന്നപ്പോൾ പെട്രോൾ അടിക്കാൻ കാശില്ല എൻ്റെ കയ്യിൽ. കാരണം ഈ ഇവിടെ വരെ എത്തണമെങ്കിൽ 40 റിയാലിൻ്റെ പെട്രോൾ വേണം. അതിന് പോലും ഇതില്ലാണ്ട് വന്നപ്പോൾ ആദ്യത്തെ എൻ്റെ കച്ചവടം പറയാണ്. കാരണം വെച്ചാൽ പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കാൻ നിൽക്കുമ്പോൾ വെച്ചാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ ഒരു ബക്കാലിൽ സൂപ്പർ മാർക്കറ്റിൽ, കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം അവരുടെ സാധനം അതിലുണ്ട്, ഷോപ്പിംഗ് ബാഗ്. അവരോട് ചോദിച്ചു, ഞാൻ ഇതിന്ന് നിങ്ങൾക്ക് ഷോപ്പിംഗ് ബാഗ് വേണമെന്ന് ചോദിച്ചു. 2-3 കാർട്ടൂൺ തരികയാണെങ്കിൽ എൻ്റെ കയ്യിൽ പെട്രോൾ അടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ അവിടുന്ന് 15 റിയാലിന് വാങ്ങിച്ച സാധനം അയാൾ എന്നോട് ചോദിച്ചത് 5 റിയാലിലാണ്. ഞാൻ 5 കൊടുത്തിട്ട്, കാരണം എനിക്ക് ഇവിടെ എത്തണില്ല. ആദ്യത്തെ എൻ്റെ കച്ചവടം തന്നെ നഷ്ടത്തില്ല. അങ്ങനെ അവിടെ കൊടുത്തിട്ട് അതുകൊണ്ട് പെട്രോൾ അടിച്ചിട്ടാണ് ഈ ദമാമിലെത്തിയത്. ഏത് വീണോടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതില്ല. എൻ്റെ കയ്യിൽ ഒരു കീസിൽ തോർത്തുമുണ്ട്, സോപ്പ്, ബ്രഷ്, ഇത് മാത്രമുള്ളൊരു കീസുണ്ട്. എവിടെ രാത്രിയാണോ അവിടെ, ചിലപ്പോൾ പള്ളിയിൽ, വല്ല റോട്ടിൽ, അല്ലെങ്കിൽ വല്ല കൂട്ടുകാരന്മാർ അവിടെ. ഞാൻ ആ വണ്ടിയായിട്ട് ഒരു ടയർ പോലില്ല, ഒരു ടയർ 4 ടയർ മുട്ടേന്. ആ ടയറായിട്ട് സൗദി അറേബ്യയിലെ എല്ലാ മുക്കിലെത്തിയാൻ ഈ ഒറ്റയ്ക്ക് ഞാൻ ഇതായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരമാകുമ്പോൾ ഒന്ന് കയറി കെടുക്കാൻ, അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ മുകളിൽ മറ്റേ ഇതല്ല പിക്കപ്പിൻ്റെ മുകളിൽ ബോഡി കെട്ടിയതാണ്. ആ പിക്കപ്പിൻ്റെ മുകളിൽ
ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അവിടെ കിടക്കുക. കാരണം നിലത്ത് കിടന്നു കഴിഞ്ഞാൽ മണലടിക്കും, മണലും മറ്റുള്ളതൊക്കെ. അങ്ങനെ ഞാൻ 1.5 കൊല്ലം നടന്നിട്ടാണ് ഈ പറഞ്ഞ എല്ലാവരും എ സി റൂമിലേക്ക് എത്തിച്ചത്. ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന ഇതിൽ പോലും 1.25 കൊല്ലം ഞാൻ ഒറ്റയ്ക്ക് നടന്നിരുന്നത്. ഈ ഞാൻ എത്താത്ത സ്ഥലങ്ങൾ സൗദി അറേബ്യയിൽ ഒരു ബാക്കിയില്ല. ലക്ഷ്യസ്ഥാനമില്ല. എവിടെ കഴിയുന്നു അവിടുന്ന് തിരിച്ചങ്ങോട്ട് പോകും, റിയാദിൽ പോകും. ഉള്ള പൈസ കൊണ്ട് ഒരു ടയർ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ ടയർ ഇതെടുക്കും. അങ്ങനെ 5 വണ്ടിയെ കൊണ്ട് നടന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തിയതെന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങളുള്ള പ്രയത്നമാണ് നമ്മുടെ. എല്ലാവർക്കും അറിയാം. അപ്പൊ ഇപ്പൊ അവർക്കൊക്കെ പറയുമ്പോൾ അന്ന്, പക്ഷെ അവർക്കും അറിയാത്, എല്ലാവർക്കും അറിയാം. കാരണം ഈ അവസ്ഥകളൊക്കെ ഞാൻ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ. നമ്മുടെ ജീവിതത്തിൽ ഒരാളോട് നമുക്കൊരു സ്മരണ ഉണ്ടാവില്ല, അത് ആരെടുത്തായിരിക്കും? അതിപ്പോൾ എൻ്റെ ഉമ്മാനെ എനിക്ക് വാപ്പയും ഉമ്മയും ഉമ്മയുടെ ഇതിലാണ് നമ്മളിവിടെ വരെ എത്തിയത്. ആ സ്നേഹം ബന്ധവും കാര്യങ്ങളും കാരണം അങ്ങനെ വളർത്തിണ്ടാക്കിയതാണ്. ഉപ്പയുമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർന്നത് തന്നെ അങ്ങനത്തെ ഒരു നല്ലൊരു നിലയിലുള്ള വീട്ടിലാണ് വളർന്നത്. സമ്പന്നമായ കുടുംബത്തിൽ വന്നു. പക്ഷെ അന്ന് നല്ല പൈസക്കാരൻ്റെ മകനാണെന്നുള്ള നിലയിൽ എൻ്റെ വാപ്പ അത് അന്ന് നാട്ടിലത്തെ ഒരു പ്രമാണിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ, ഈ എന്തെങ്കിലും ആവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊന്ന് വന്നിട്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുക. അത്രയും നല്ലൊരു പ്രമാണിയായിരുന്നു. അതിൻ്റെ മകനായിരുന്നു എൻ്റെ വാപ്പ. അപ്പോൾ അതെല്ലാം കണ്ടു വളർന്നത് കൊണ്ട് നമുക്ക് ഇപ്പോഴും അത് മനസ്സിലുണ്ടത്. ഉമ്മ കണ്ടിട്ടുണ്ട്. ഉമ്മാനെ ഞാൻ അവിടെ കൊണ്ടുവന്നു 20 വർഷം മുന്നേ പോയി. ആളിവിടെ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ ഇവിടെ നല്ലൊരു കമ്പനിയിലേക്ക് ഇരുന്ന് ഉമ്മാടെ അതുകൊണ്ടാണ് എത്തിയത്. അത് കാണാനുള്ള അത് വന്ന് ആളിപ്പോൾ 2 വർഷം മുന്നേ വരെ നമ്മളെ പക്ഷെ എന്ത് കാര്യത്തിൽ പോകുമ്പോൾ ആളുടെ ഒരു സൗഭാഗ്യം നമുക്കുണ്ടായിരുന്നു. ദുആ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ത് കാര്യത്തിനായാലും. ഈ കാര്യങ്ങൾ ഈ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓരോന്നും ജീവിതത്തിൽ പിള്ളേർക്ക് കൊടുക്കാൻ ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നവരും ഇങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്ക് വരുന്നവർക്കും കൊടുക്കുന്ന. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ജീവചരിത്രം തന്നെ പറയില്ല. കാരണം നമ്മൾ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജീവിച്ചാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്ത് കാര്യത്തിനായാലും അതിൻ്റെ വൈഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്നേക്കാൾ താഴെയുള്ളവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുള്ളൂ. മുകളിലുള്ള ആളുകളെ ഞാൻ ചിന്തിക്കാറില്ല. ഇല്ല ഞാനിപ്പോൾ ഇവിടെ അംബാനി, യൂസുഫ് അലി അങ്ങനെ അതും പറയില്ല. നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്കപ്പോൾ അതിനൊരു സംതൃപ്തി നൽകും. കാരണം നമ്മൾ വന്നത് ഇതിൽ നിന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എത്ര ഉണ്ടായാലും അൽഹംദുലില്ലാ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പ്രതീക്ഷയെക്കാളും ഒരുപാട് വളർച്ചയിലേക്ക് വന്ന് കുറേ ആളുകൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി, ജോലി കൊടുക്കാൻ 10-70 കുടുംബങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. എല്ലാവരും സഹകരണം കൊണ്ട് എൻ്റെ കാര്യം നല്ല പറഞ്ഞാൽ എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് ഇന്ന് വരെ കഴിഞ്ഞ മാസം വരെ ഒരു 1-ാം തീയതി എന്നുള്ള ശമ്പളം 5-ാം തീയതി ആയിട്ടില്ല. അങ്ങനെ അതാണ് നമുക്ക് ഏറ്റവും വലിയത്. കൊറോണ ടൈമിൽ 3 വർഷം മുതൽ ഇവിടെ ആ സമയത്താണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത്. ആ സമയത്ത് ഇത്തരം ഡിസ്പോസിബിൾ ഐറ്റംസും ഏറ്റവും കൂടുതൽ സെയിൽ നടത്തുന്ന ആ സമയത്താണ്. പക്ഷേ ആ സമയത്ത് ഇവിടെ ഗവൺമെൻറ് ഇവിടെ തുറക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഈ സാധനങ്ങൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലീനിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് എല്ലാവർക്കും വേണത്. ഈ സമയത്ത് ഇതിന് കൂടുതൽ ബിസിനസ്സും കാര്യങ്ങളും വന്നു. ഒരു തൊഴിലാളി ഇതാണ് അദ്ദേഹം. 30 വർഷം ആളുടെ ജീവിതം ഇവിടെ. അതല്ല ആൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തു. നമ്മൾ അന്ന് ചെയ്തത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഈ ആളിതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് പാവപ്പെട്ടത് യത്തീമാൻ പൈസ കൊടുത്തിരുന്നില്ല. ഇത് യത്തീമുണ്ടെന്നുള്ളത്. ഇന്നിപ്പോൾ അയാൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഈ ആളും പോയപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അയാൾ വീഡിയോ ഒക്കെ ഉണ്ട് ഇവിടെ സ്വന്തമായിട്ട്. ആദ്യം വന്ന സമയത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആൾ പറഞ്ഞത് മുകളിൽ നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി എന്ന് പറഞ്ഞ ആളാണ്. കാരണം ആരുമില്ല, ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ അയാൾക്ക് ഭാര്യ, 2 മക്കൾ. 2 മക്കളും നല്ല വിദ്യാഭ്യാസത്തോട് വെച്ചാൽ ഒരുത്തൻ എഞ്ചിനീയർ, മോള് എഞ്ചിനീയർ, നല്ല തെറ്റില്ലാത്തൊരു വീടും പറമ്പൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി ആൾ ഇറങ്ങിപ്പോയത്. ആളിപ്പോൾ ഒരു 4 മാസം മുന്നേ പറഞ്ഞു എനിക്ക് വളരെ സന്തോഷത്തോടെ നമ്മൾ എല്ലാ രീതിയിലുള്ള എത്ര വർഷം ഇതെല്ലാം കൊടുത്ത് അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിച്ചു. നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം സൗദി അറേബ്യയിലത്തെ നിയമങ്ങളും കാര്യങ്ങളും നമുക്കറിയില്ല എന്താണെന്നല്ല. പക്ഷെ എന്നിരുന്നാലും ഉള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ഈ ഒരു ലൈഫിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മുടെ നാടും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടൊക്കെയാണ്. ഗവൺമെൻറ് ഇപ്പോൾ സപ്പോർട്ടൊക്കെ ഉണ്ട്, നല്ല സപ്പോർട്ട്. ഇപ്പം ആദ്യം ഇങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. LSC ഇതൊന്നും ചെയ്തിരുന്നില്ല. സൗദി സ്പോൺസറാണെന്ന്. ഇപ്പോൾ സ്വന്തം പേരിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവർ.
അതുകൊണ്ടുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ധൈര്യപ്പെട്ടിപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും നമുക്ക് ധൈര്യപ്പെട്ട് കയറിച്ചല്ല. അന്നൊക്കെ എന്ന് വെച്ചാൽ ആദ്യത്തിൽ നമുക്ക് അവിടെ ഉള്ളിൽ കയറാൻ പറ്റില്ല, വിദേശി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി, നമുക്ക് എല്ലായിടത്തും അത് തന്നെ നമുക്ക് എല്ലായിടത്തും ചെല്ലാം, ഏത് ഓഫീസിലും ചെന്ന് സംസാരിക്കുക, ഏത് ആളോടും പറയുക. ഇത് അവരെ നിന്ന് കിട്ടുന്നു, ഗവൺമെൻറ് എൻ്റെ നിന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഭാര്യയുടെ പേര് ഹഫ്സാന്ന്. ആ, ഹഫ്സ താഹ, നാട്ടുകാരി തന്നെ, വടാനപ്പള്ളിയിലാണ് വീട്. ഭാര്യയുടെ സപ്പോർട്ടും കൂടി ആയതുകൊണ്ട് നമ്മളിവിടം വരെ വന്നത്. അവർ അന്ന് ഇപ്പോൾ 8 വർഷം, ഞാൻ പറഞ്ഞില്ലേ 8 വർഷത്തെ ജീവിതത്തിൽ ആകെ ഇത്രയും ദിവസം നിന്നാലും നമുക്ക് വേണ്ടി കാത്തിരുന്ന് ക്ഷമയോട് കൂടി നിന്ന്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ 25 വർഷമായിട്ട് ഞങ്ങൾ പ്രണയം വെച്ചാൽ അന്ന് മുതലേ ഉണ്ട്. നമുക്ക് നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. നമുക്ക് ഒരു കാര്യത്തിലൊരു ബുദ്ധിമുട്ട് ഇതുവരെ വരുത്തിയിട്ടില്ല. ഒരു ഇതായിട്ടുണ്ട് ആളുടെ ഇത്. ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇതേ ഇപ്പോൾ ഇവർക്കറിയാം, ഇപ്പോൾ ഇവിടെ നിന്ന് എന്നെ കൊണ്ടുപോയത് അങ്ങനെയാണ്. ആ രീതിയിൽ പോയാൽ ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും, വർത്തമാനം പറയുന്നതൊന്നും എനിക്കറിയില്ല. ഇതുകൊണ്ടാണ് ദ്വാക്കൊണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണിക്കാരും എല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഓരോരോ കഷ്ടപ്പാടുകൾ പിന്നീട് അതായത് ആദ്യത്തെ സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറന്നു വരാനുള്ള ചിറകടിക്കേണ്ട ഉയർന്ന മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ചെയ്താണ്. അതന്നെ ഇപ്പൊ കാര്യങ്ങൾ ഇപ്പൊ ഒക്കെ ആയി. ഇപ്പം മക്കൾ ഇവരൊക്കെ എല്ലാവരും ചെയ്തിട്ട് അവരൊക്കെ ഉണ്ട്. മറ്റേത് ഞാൻ കാലത്ത് 6 മണി മുതൽ 12 മണി വരെ ജോലിക്ക് നിന്നായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വന്ന് നിൽക്കും. പിന്നെ അവരൊക്കെ ആയിട്ട് ചെയ്ത് പോകുന്നു. ഇപ്പം അവർ സപ്പോർട്ടുകളുണ്ട്. അതാണ് ഇപ്പോൾ മെയിനായിട്ട്. അതല്ല ഇപ്പം എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ 3 മക്കളും ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോഴും താമസം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ. അതെല്ലാം 2 പേരും കല്യാണം കഴിഞ്ഞ് അവരെ ഭാര്യമാരും എൻ്റെ ഒപ്പം ഉണ്ട്. അവരൊക്കെ തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് തന്നെ ഭക്ഷണവും നമ്മുടെ ഇല്ല അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒരു ഫ്ലാറ്റ് പോലത്തെ ഇല്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കാമെന്നുള്ള അതൊക്കെ ഉണ്ട്. തെറ്റില്ലാത്ത രീതിയിൽ നമുക്കിപ്പോൾ ഇവിടെ ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ നല്ല സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ. അന്ന് മുതൽ ഇന്ന് വരെയും അന്നത്തെ ആ ബുദ്ധിമുട്ട് സന്തോഷമായിട്ട് ആസ്വദിച്ച് ജീവിക്കുന്നു പറയാം. ഉള്ളിടത്തോളം കാലം നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ 10 പേർക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കാൻ സാധിച്ചാൽ അതിൽ അൽഹംദുലില്ലാ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം, സന്തോഷവും. നമ്മൾ ആരംഭിക്കാനുള്ള ഉദ്ദേശങ്ങളുണ്ട്. അതിനുള്ള ഓരോ പഠിപ്പുരയിലാണ് നമ്മൾ ഇപ്പോൾ ഏതെല്ലാം കഴിഞ്ഞിട്ട്. നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ ഇതാകുമ്പോൾ വെച്ചാൽ ക്ലീനിങ് മെറ്റീരിയൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ബ്രാഞ്ചുകൾ നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മുടെ പിള്ളേരും കൂടെ മക്കളും കൂടെ ഒന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിലിപ്പോൾ എൻ്റെ പാർട്ട്ണർ എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഞാനും കൂടി നടക്കണം. അവരായിട്ട് നല്ല രീതി. കാരണം ചിലപ്പോൾ ആളില്ലെങ്കിലും ഞങ്ങൾ 2 പേരും നടക്കും. ഇപ്പം എൻ്റെ മൂത്ത ആളോട് ഇല്ലാത്തതുകൊണ്ടാണ് അവൻ നാട്ടിൽ പോയി. അപ്പോൾ പിന്നെ അത് അവരും സുഹൃത്തെന്ന് വെച്ചാൽ അന്നും ഇന്നും അത് ഞങ്ങൾ അവരോട് പറഞ്ഞതിനൊരു വാക്കുള്ളൂ. ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾക്കൊരു വാക്ക് വേറെ ഇല്ല. ഞാനെന്ത് പറയണോ അത് തന്നെയാണ് ആളുടെ വാക്ക്. അതുപോലെ തന്നെ നിങ്ങളും മുന്നോട്ട് പോകണം എന്നാണ്. കാരണം വെച്ചാൽ നിങ്ങളൊരു പ്രസ്താവനയാണ്. കാരണം അവിടെ ഇവിടെ കയറ്റി നമുക്ക് നിൽക്കുന്നില്ല. 10-70 പേരുണ്ട്. അപ്പോൾ എന്തായാലും മാസ് എക്സലൻസ് വളരെ എക്സലൻ്റായിട്ട് ബ്രില്യൻ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഹമ്മദ് താഹയ്ക്ക. അതിൻ്റെ ഉയർച്ചകളിൽ അതിൻ്റെ വീഴ്ചകളിൽ നിന്നും ഉയർച്ചകളിലേക്കൊക്കെ വന്ന് അതിൻ്റെ രുചിയും മണവും ഒക്കെ അറിഞ്ഞ് അവരുടെ കുട്ടികൾക്കും അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു തണലായി അദ്ദേഹം ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും ദീർഘവീക്ഷണത്തോടെ പല ബിസിനസ്സുകളും അദ്ദേഹവും കുടുംബവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാസായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അൽഹംദുലില്ലാ. എല്ലാ